നമസ്കാരം. ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ സാമ്പത്തിക നേതാക്കൾ ഒത്തുചേരുന്ന സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ദാവോസ് നഗരം. സാധാരണയായി നിക്ഷേപങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും കുറിച്ച് ചർച്ച നടക്കേണ്ട ഈ വേദിയിൽ ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ വസ്ത്രധാരണമാണ്. സമാധാനത്തിൻ്റെ നഗരമായ ദാവോസിലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസത്തിന് ഇരയാവുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനാണ് അസിം മുനീർ എത്തിയത്. എന്നാൽ അവിടെ നിന്നും പുറത്തുവന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. തൻ്റെ വില കൂടിയ ഓവർകോട്ടിനുള്ളിൽ അസ്വാഭാവികമായ രീതിയിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഈ സുരക്ഷാ കവചം മുനീർ ഉപേക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു സൈനിക മേധാവി ദാവോസ് പോലുള്ള ഒരു അതീവ സുരക്ഷാ മേഖലയിൽ പോലും ഇത്രയധികം ഭയപ്പെടുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നടന്ന ഒരു പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ അസിം മുനീറിനെ പരസ്യമായി വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ഇത് പാക് സൈന്യത്തെയും സർക്കാരിനെയും വല്ലാതെ പിടിച്ചുലച്ചു. പിന്നെ ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷങ്ങളും ഇന്ത്യൻ ഏജൻസികളെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ അനുകൂലികളിൽ നിന്നും സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെയും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. സ്വന്തം ആസ്ഥാനമായ സൈനിക ആസ്ഥാനത്ത് പോലും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിലിരുന്നാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നതെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ അസിം മുനീറിനെതിരെ ഫീൽഡ് മാർഷൽ എന്നതിനു പകരം ഫെയിൽഡ് മാർഷൽ എന്ന ഹാഷ്ടാഗ് വൈറലാവുകയാണ്. യൂറോപ്പിലെ ഏറ്റവും സുരക്ഷിതമായ നഗരത്തിൽ പോലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലാതെ നടക്കാൻ ധൈര്യമില്ലാത്ത ഇദ്ദേഹമാണോ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പലരും പരിഹസിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സുരക്ഷാ ഹെൽമറ്റ് ധരിച്ചപ്പോൾ പരിഹസിച്ചവർ ഇപ്പോൾ മുനീറിൻ്റെ ഈ അവസ്ഥ കണ്ട് മൗനം പാലിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു. വെറുമൊരു വസ്ത്രധാരണത്തിനപ്പുറം പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ പോലും സുരക്ഷിതനല്ല എന്ന തോന്നൽ ആഗോള നിക്ഷേപകർക്കിടയിൽ പാകിസ്ഥാനെക്കുറിച്ച് മോശം പ്രതിച്ഛായയാണ് നൽകുന്നത്. ദാവോസിൽ നിക്ഷേപം തേടിയെത്തിയ പാകിസ്ഥാന് സ്വന്തം സൈനിക മേധാവിയുടെ ഈ ഭയം ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ആയുധങ്ങളും അധികാരവും കൈവശമുണ്ടായിട്ടും ഒരു സൈനിക മേധാവി ഇത്രയധികം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് പാക് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ദാവോസിലെ മഞ്ഞുവീഴ്ചയേക്കാൾ തണുപ്പൻ പ്രതികരണമാണ് അസിം മുനീറിൻ്റെ ഈ സുരക്ഷാ പ്രകടനത്തിന് ലോക നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.